73 വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴയിലെ ആരക്കുഴയിലുള്ള പട്ടരുമഠം കുടുംബത്തിൽ ലോനപ്പൻ്റെയും അന്നമ്മയുടെയും 10 മക്കളിൽ 4ാമതായി 1950 ഒക്ടോബർ 9 സിസ്റ്റർ മരിയറ്റയുടെ ജനനം. ചാച്ചനും അമ്മയും അവൾക്ക് പരിശുദ്ധ അമ്മയുടെ പേരാണ് നൽകിയത്, മേരി. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒന്നിച്ച് ആരക്കുഴയിലെ വീട്ടിൽ സന്തോഷത്തോടെയുള്ള ജീവിതമായിരുന്നു. നമ്മുടെ അമ്മമാരല്ലേ ഈശോയെ നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നതും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതുമെല്ലാം. അതെ, അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനകളും ചാച്ചൻ്റെ ചിട്ടയായ പ്രാർത്ഥനാ ജീവിതവും ദൈവാശ്രയ ബോധ്യവും അവളുടെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു. ആ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി മാത്രം സമർപ്പിക്കാൻ ദൈവം അവളെ തിരഞ്ഞെടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസവും പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവുമെല്ലാം ആരക്കുഴയിൽ തന്നെയായിരുന്നു. പിന്നീട് 1960 മലയാറ്റൂരടുത്ത് കൊമ്പനാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അവിടെ 2 വർഷം താമസിച്ചു. കൊമ്പനാട് ഗവൺമെൻറ് UP സ്കൂളിലായിരുന്നു പഠനം. 1962 കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ചാച്ചനും അമ്മയും മക്കളോടൊപ്പം മലബാറിലേക്ക് കുടിയേറി. കണ്ണൂർ ജില്ലയിലെ മഞ്ഞളാമ്പുറം എന്ന സ്ഥലത്താണ് താമസം ആരംഭിച്ചത്. പേരാവൂർ ഹൈസ്കൂളിൽ 7ാം ക്ലാസ് മുതൽ വീണ്ടും പഠനം തുടർന്നു. കുടിയേറ്റത്തിൻ്റെ വറുതിയിലും ഇല്ലായ്മയിലും മികച്ച വിദ്യാഭ്യാസം നേടിയെടുക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. 1966 10ാം ക്ലാസ്സും 1971 ടൈപ്പ് റൈറ്റിംഗും പാസ്സായി. ഇതിനോടകം തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കണമെന്ന തീരുമാനം അവൾ എടുത്തിരുന്നു. ചാച്ചനും അമ്മയ്ക്കും മറുത്തൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1972 ജൂലൈ മാസം 20 ആരാധനാ സഭയുടെ കിളിയന്തറയിലുള്ള മഠത്തിൽ ചേർന്നു. പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും നാളുകളായിരുന്നു. സന്യാസ ജീവിതത്തിലേക്കുള്ള ഊർജം മുഴുവനും പ്രാർത്ഥനയിലൂടെയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. 1974 ഏപ്രിൽ 30 കിളിയന്തറയിൽ വെച്ച് ആദ്യ വ്രതവാഗ്ദാനം. സഭാവസ്ത്രം സ്വീകരിച്ച് ആരാധനാ സഭയിലെ അംഗമായി സിസ്റ്റർ മരിയറ്റ എന്ന പേര് സ്വീകരിച്ചു. 1980 ഏപ്രിൽ 28 നിത്യവ്രതവാഗ്ദാനം. കിളിയന്തറയിൽ വെച്ച് നിത്യവ്രതവാഗ്ദാനം ചെയ്തു. അന്നു മുതൽ തൻ്റെ സന്യാസ ജീവിതം വിവിധ മേഖലകളിലേക്ക് പടർന്നു പന്തലിച്ചു. ആരംഭ കാലഘട്ടത്തിൽ കിളിയന്തറയിലെ ആരാധനാ മഠത്തിലും മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടിയുമായിരുന്നു സേവനം. പിന്നീട് 1978 മുതൽ തലശ്ശേരി രൂപതയുടെ സന്ദേശഭവനിലുള്ള കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററായി ജോലി ആരംഭിച്ചു. 1997 വരെ ദീർഘകാലം അവിടെ സേവനമനുഷ്ഠിച്ചു. അതിനോടൊപ്പം തന്നെ തലശ്ശേരിയിൽ തന്നെയുള്ള ആരാധനാ മഠത്തിനോട് ചേർന്നുള്ള ഹോസ്റ്റലിൻ്റെ വാർഡനായും സേവനമനുഷ്ഠിച്ചു. 1997 മുതൽ 2000 വരെ അവിടെ മദർ സുപ്പീരിയറും ആയിരുന്നു. 2000 മുതൽ 2011 വരെ തലശ്ശേരിയിലുള്ള ജോസറി ഹോസ്പിറ്റലിലും 2011 മുതൽ കിളിയന്തറയിലുള്ള പ്രൊവിൻഷ്യൽ ഹൗസിലും അക്കൗണ്ടൻ്റായി സേവനമനുഷ്ഠിച്ചു. 2020 മുതൽ ആനപ്പന്തിയിലുള്ള ആരാധനാ മഠത്തിൽ പൂർണ്ണമായും ആരാധനാ കേന്ദ്രീകൃതമായി ഒരു ജീവിതം നയിക്കുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് സന്യസ്തരുണ്ടാകുമ്പോൾ അതുവഴി കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ എല്ലാറ്റിനും നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ജീവിത സന്ദർഭങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ആൻറ്റിയുടെ പ്രാർത്ഥനയില്ലാതെ കടന്നു പോയിട്ടുണ്ടാകില്ല എന്ന് നമുക്ക് അറിയാം. നന്ദിയോടെ, ഒരുപാട് നന്ദിയോടെ അതെല്ലാം നമുക്കൊന്ന് ഓർത്തെടുക്കാം. 2023 സുവർണ ജൂബിലി വർഷം. കുടുംബാംഗങ്ങളോടും ഇടവക സമൂഹത്തോടുമൊത്ത് ഒരു ജൂബിലി ആഘോഷം. ഒരു വർഷക്കാലമായി പ്രാർത്ഥനയും ആരാധനയുമായി നമ്മൾ ഒരുങ്ങുകയായിരുന്നു. ഇന്ന് സുവർണ ജൂബിലിയുടെ നിറവിൽ നാം എത്തി നിൽക്കുന്നു. ദൈവം മേരി ആൻറ്റിയിലൂടെ നമ്മുടെ കുടുംബത്തിന് നൽകിയ അനന്ത നന്മകൾക്കും കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങളും ഓർത്ത് നന്ദി പറയാനുള്ളൊരവസരമാണിത്. അതിനോടൊപ്പം തന്നെ പ്രതീക്ഷയോടെ വരും നാളുകളെ സ്വീകരിക്കാനും നമുക്കൊരുങ്ങാം. ഇന്നോളം നമ്മൾ ആൻറ്റിയിലൂടെ അനുഭവിച്ചു പോന്ന സ്നേഹവും
കരുതലും വാത്സല്യവും ദൈവാനുഗ്രഹങ്ങളും ഇനിയും നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. എല്ലാ കുടുംബാംഗങ്ങളും സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്നും ജീവിത സന്ദർഭങ്ങളെ പ്രാർത്ഥനയോടെ നേരിടണമെന്നും ആൻറ്റി നമ്മളെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അൻപത് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയൊരു വാഗ്ദാനം, സന്യാസ ജീവിതം. അതിൻ്റെ മധുരവും കയ്പും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ സമർപ്പണ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തോടുകൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, എന്നാൽ ഇന്ന് ദൈവത്തോടൊപ്പമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലിരുന്ന് ആൻറ്റിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ആൻറ്റിയെ ഞങ്ങൾക്ക് തന്നതിന്, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അമ്പതാം ജൂബിലി ആഘോഷിക്കുന്ന മേരി ആൻറ്റിക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യവും നേരുന്നു. 50ാം ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ മേരി ആൻറ്റിക്ക് എൻ്റെ ആശയുടെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. വി ലവ് യു ആൻറ്റി. ഉമ്മ. ജൂബിലി ആഘോഷിക്കുന്ന മേരി ആൻറ്റിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ദൈവത്തിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ലവ് യു ആൻറ്റി. പട്ടുമടം കുടുംബത്തിലെ എല്ലാവരെയും പരസ്പരം കോർത്തിണക്കി നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ എല്ലാവരോടും ഇടപെടുകയും പ്രാർത്ഥനയുടെ വലിയ സംരക്ഷണം നൽകുകയും ചെയ്ത് 50 വർഷത്തെ സന്യാസ ജീവിതം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ജൂബിലി ആശംസകൾ നേരുന്നു. ഇനിയും മുന്നോട്ടുള്ള ഒരുപാട് വർഷങ്ങൾ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും പാതയിലൂടെ നീങ്ങുവാൻ ദൈവം ആൻറ്റിയെ അനുഗ്രഹിക്കട്ടെ. Congratulations on your Jubilee, Mary Auntie. Hi Mary Auntie, happy Jubilee and may God bless you. Thank you for your service. നക്ഷത്ര ദീപം പോലെ വെളിച്ചം പകർന്നു വന്ന മേരി ആൻറ്റിക്ക് ഈ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മേരി ആൻറ്റിക്ക് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി ഗോൾഡൻ ജൂബിലി മേരി ആൻറ്റി. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന മേരി ആൻറ്റിക്ക് എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാപ്പി ഗോൾഡൻ ജൂബിലി മേരി ആൻറ്റി. മേരി ആൻറ്റി സന്യാസ ജീവിതത്തിന്റെ 50 വർഷം പൂർത്തിയാക്കുന്ന മേരി ആൻറ്റിക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ഹാപ്പി ഗോൾഡൻ ജൂബിലി വിഷസ്. Happy Golden Jubilee wishes. Happy Golden Jubilee wishes. സന്യാസ ജീവിതത്തിലെ ദൈവാനുഗ്രഹപ്രദമായ 50 വർഷങ്ങൾ പിന്നിടുന്ന മേരി ആൻറ്റി ഞങ്ങൾക്ക് ഇതുവരെ നൽകിയ എല്ലാ പ്രാർത്ഥനാ സഹായങ്ങൾക്കും പിന്തുണയ്ക്ക് നന്ദി പറയുകയും ജൂബിലിക്ക് എല്ലാവിധ പ്രാർത്ഥനാമംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട മേരി ആൻറ്റിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരും. സന്യാസ ജീവിതത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന മേരി ആൻറ്റിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. Golden Jubilee wishes, മേരി ആൻറ്റി. ഞങ്ങളുടെ പ്രിയപ്പെട്ട മേരി ആൻറ്റിക്ക് സുവർണ ജൂബിലി ആശംസകൾ. ഈ വർഷം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മേരി ആൻറ്റിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മേരി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. മേരി ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹവും മാർഗദർശിയുമാണ്. ഹാപ്പി ഗോൾഡൻ ജൂബിലി. മേരി സിസ്റ്റർക്ക് ജൂബിലി ആശംസകൾ.
നമ്മൾക്കെല്ലാവർക്കും ഒപ്പം പ്രാർത്ഥനാ സഹായവുമായി കൂടെ നിൽക്കുന്ന മേരി ആൻറ്റിക്ക് ഗോൾഡൻ ജൂബിലിയുടെ എല്ലാ ആശംസകളും നേരുന്നു. സന്യാസ ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മേരി ആൻറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ മേരി ചേച്ചിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാശംസകൾ. സന്യസ്ത ജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ മേരി ചേച്ചിക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. മേരി ആൻറ്റി, സന്യസ്ത ജീവിതത്തിന്റെ 50ാം ജൂബിലി ആഘോഷിക്കുന്ന മേരി ആൻറ്റിക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഗോൾഡൻ ജൂബിലി വിഷസ് മേരി ആൻറ്റി.